എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ വേറെന്താ തേർഡ് പാർട്ടിയോടുള്ള സിറ്റുവേഷൻ എസ്പെഷ്യലി നോക്കാം. വേറെന്താ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. കറണ്ട് സിറ്റുവേഷനിൽ, അതായത് ഇപ്പോൾ ലൈഫിൽ എന്ത് നടക്കുന്നു അത് അവരുടെ ജോലി സംബന്ധമായിട്ടും ബാക്കി എല്ലാം തന്നെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സിറ്റുവേഷൻ പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലൈഫിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്ന് കാണിച്ചു. ത്രീ ഓഫ് വാൻഡ്സ്, ശരി. ടു ഓഫ് സോർട്സ് ആയിക്കോട്ടെ. ടു ഓഫ് കപ്സ്, എക്സലൻറ്റ്. സിക്സ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, എക്സലൻറ്റ്. ഫോർ ഓഫ് കപ്സ്, സിക്സ് ഓഫ് സ്പോർട്സ്, ടു ഓഫ് പെൻഡക്കിൾസ്. കൂടുതലായിട്ട് ഭയങ്കര ജഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്ന് കൂടുതലായിട്ടും കിട്ടിയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടുതലായിട്ടുള്ള വ്യക്തികളുടെയാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് മനസ്സിൽ കാണുന്നത് എങ്കിലും അവരുടെ ലൈഫിൽ മറ്റൊരു ആക്റ്റീവ് പാർട്ട്ണർ ഉള്ളതായിട്ട് കാണുന്നു. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് കാണുന്നു ഇന്നത്തെ റീഡിങ്ങിൽ. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലുമാണ് പലരും കേട്ടോ. അപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ, ഇവർ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക കേട്ടോ. ഇവരുടെ ആ തേർഡ് പേഴ്സൻ്റെ ഒപ്പം മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നതെന്നും കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ വെള്ളം കൂടുതലായിട്ടുള്ള ദിക്കിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ അവരായിരിക്കാം, രണ്ടുപേരും തന്നെ ആയിരിക്കാം. വാട്ടർ ബോഡീസ് കൂടുതലുള്ള, അതായത് കടൽ, കായൽ, പുഴ അങ്ങനെയൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലത്തായിരിക്കാം താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് എന്ന് കാണുന്നു. അവർ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പും അവരുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, അത് അവരുടെ സ്പൗസായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, സ്ട്രഗ്ലിംഗ് മാത്രമല്ല, ടെൻഷൻ ഉണ്ട് എന്നും കാണുന്നുണ്ട്. പക്ഷേ ഇവർ കഴിയുന്നതും നിങ്ങളെ വന്ന് കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം ശ്രമിക്കുന്നതായും കാണുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും അവരുടെ സ്പൗസിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടല്ല, അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതായത് ഒരു മനുഷ്യന് രണ്ട് കണ്ണുകൾ പോലെയാണ് അവർ നിങ്ങളെയും നിങ്ങളുടെ തേർഡ് പേഴ്സണെയും വെച്ചിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അതിൽ കൂടുതൽ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഓക്കെ, രണ്ട് കണ്ണും മനുഷ്യർക്ക് ഒരുപോലെയാണ് അല്ലേ? അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ രണ്ട് റിലേഷൻഷിപ്പും കാണുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ വില കുറച്ച് കാണുന്നില്ല, അതേസമയം അവരുടെ സ്പൗസിനെയും വില കുറച്ച് കാണുന്നില്ല. ഈ ഒരു പെർഫെക്റ്റ് ബാലൻസ്, ഈ ഒരു മനസ്സമാധാനം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഡിവൈൻ്റെ ഹെൽപ്പ് വേണം എന്നവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അവർ ഒരിക്കലും ഒരു ഇൻജസ്റ്റിസ് രണ്ട് സൈഡിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതേസമയം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി വല്ലാത്ത ഡിപ്പെൻഡൻ്റ് ആണെന്നും കാണുന്നുണ്ട് കേട്ടോ. അവർ കൂടുതലായും ഇവരുടെ സ്പൗസിനേക്കാളും കാര്യങ്ങൾ തുറന്നു പറയുന്നതും ഡിസ്കസ് ചെയ്യുന്നതും നിങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങളാണ് അവർ കൂടുതലായിട്ട് എടുക്കാറുള്ളത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും എന്നുള്ളൊരവസ്ഥയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. പരസ്പരം വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. പരസ്പരം വളരെയധികം ആകൃഷ്ടരാണ്. സ്നേഹമാണ്, അട്രാക്ഷനാണ്, ബഹുമാനമാണ്. എല്ലാ രീതിയിലും പരസ്പരം നിങ്ങൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആണ് എന്നും കാണുന്നുണ്ട്.
നിങ്ങൾ രണ്ടുപേരും ജോലി സംബന്ധമായിട്ട് പരസ്പരം കണക്റ്റ് ആയിട്ടുള്ള വ്യക്തികളുമായിരിക്കാം കേട്ടോ. പരസ്പരം അവിടെയും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പരസ്പരം വളരെയധികം റെസ്പെക്റ്റും കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, മിസ്സിങ് എനർജി വളരെ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. റീസെൻ്റ്ലി നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. അടുത്ത ഒരു 6 ദിവസത്തിനകം, ഇന്ന് മുതൽ 6 ദിവസത്തിനകം നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇപ്പോഴും ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനാണ് രണ്ട് സൈഡിലും തന്നെ. എനിക്ക് രണ്ട് സൈഡിലും തന്നെ നിങ്ങൾ സെപ്പറേറ്റ്ലി മാരീഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ഇവർ അത്യാവശ്യം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, ജോലിയിലായാലും പ്രബലമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം രണ്ടുപേരും തന്നെ കേട്ടോ. നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവിടെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഫാമിലിയോട് നല്ലപോലെ തന്നെ രണ്ടുപേരും കീപ്പ് ചെയ്യുന്നതായിട്ടും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടും തന്നെ കാണുന്നുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും ഫാമിലീസ് ഉണ്ട്. ഫാമിലീസിന് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ബാധ്യത നിങ്ങൾക്ക് രണ്ടാൾക്കും തന്നെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ലൈഫിലെ സ്ഥിതി എന്താണെന്നൊന്ന് പറഞ്ഞു തരും. ഇവരുടെ സ്പൗസിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ, സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നില്ല. അത്യാവശ്യം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈയിടെയായിട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ടാരോയുടെയൊക്കെ കാര്യം അവരുടെ അടുത്ത് പറയാറുണ്ടായിരിക്കും, റീഡിങ്സ് അയച്ചു കൊടുക്കാറുണ്ടായിരിക്കും, അവരത് കാണാറുണ്ടെന്ന് കാണുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻസ് ചെയ്യുന്നതായിട്ട്, ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എല്ലാം നിങ്ങൾ പറയുന്നതെല്ലാം അവർ കേൾക്കും. അത് നിങ്ങൾ പറഞ്ഞ പ്രകാരം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് പ്രാക്ടിക്കൽ അപ്രോച്ച് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ എപ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ടാണ് ജീവിതം ഹാൻഡിൽ ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ആയാലും നിങ്ങളുടെ തേർഡ് പേഴ്സണെ ആയാലും വളരെ നല്ലതായി തന്നെ മാനേജ് ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ജോലിയും അതിനോടൊപ്പം തന്നെ ശ്രദ്ധയോടെ തന്നെ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, കുടുംബം പ്രധാനമാണ് എന്ന് അവർ നിങ്ങളോടും പറയാറുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ രണ്ടുപേരും തന്നെ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ ഭദ്രതയും നോക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെ അവർ ചേർത്ത് പിടിക്കുന്നത്, അതിലും യാതൊരു സംശയവും ഇല്ല. അതും അവർ വ്യക്തമായി തന്നെ പറഞ്ഞു കാണും. നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് ഒരു ഐഡിയയും ഇല്ല എന്ന് തന്നെ അവർ തറപ്പിച്ച് പറഞ്ഞും കാണും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും അവർ പറയണ്ടാവും, അവരിപ്പോൾ ഹാപ്പിയാണ്. ഓക്കെ, അവർ ഹാപ്പിയാണ് ഇപ്പോൾ. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പം നിങ്ങൾ വഴി അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് വളരെയധികം ഹാപ്പിയാണ്, സന്തോഷവതിയാണ് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് തുടർച്ചയായിട്ട് പറയുന്നുണ്ടായിരിക്കും. വളരെ ഇമോഷണലായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാറുണ്ടായിരിക്കും കേട്ടോ. ഇമോഷൻസ് കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നതായിട്ടും കാണുന്നു. വളരെ സ്നേഹമായിട്ട്, ചിലപ്പോൾ സങ്കടത്തോടെ അവരുടെ വിഷമങ്ങൾ പറയുണ്ടാവും. അതെല്ലാം നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ അവർക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ് കേട്ടോ. നിങ്ങളെ പ്രതി പ്രൊട്ടക്റ്റീവാണ്, പൊസസീവാണ്, അതും അവർ പറയാറുണ്ടായിരിക്കും. നിങ്ങളെപ്പോഴും പറയാറുണ്ടായിരിക്കും അവരോട് സേവിങ്സിലേക്ക് ശ്രദ്ധിക്കണമെന്ന്. പൈസ സംബന്ധമായിട്ട് നിങ്ങൾ ഉപദേശിക്കാറുണ്ടായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം, പൈസ സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉപദേശിക്കാറുണ്ടായിരിക്കും. അതൊക്കെ അവർക്കൊരു പുതിയ അനുഭവമാണ്, അവരതിൽ ഹാപ്പിയുമാണ് കേട്ടോ.
നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു താരമാണെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നു നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് പല പല ഭാഗ്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് കേട്ടോ. അതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അവരുടെ ലൈഫ് ഇപ്പോൾ സെറ്റാണ്. നിങ്ങൾ വന്നതിന് ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് റിലേഷൻഷിപ്പ് ആയാലും ജീവിതമായാലും കരിയർ ആയാലും സേവിങ്സ് ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയാലും എല്ലാം തന്നെ ഒരു ട്രാക്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണ്. പൊതുവേ അവരിപ്പോൾ ഹാപ്പി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. രണ്ടാമത്തെ പാർട്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എസ്പെഷ്യലി എന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കാർഡ്സേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്, കമ്മിറ്റഡ് തേർഡ് പേഴ്സൺ ഉണ്ട്. ആ തേർഡ് പേഴ്സണോടുള്ള അവരുടെ കറണ്ട് സിറ്റുവേഷൻ എസ്പെഷ്യലി ഒന്ന് പറഞ്ഞു തരുമല്ലോ. ആ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊരു ക്ലാരിറ്റി തരൂ, വ്യക്തമായി പറഞ്ഞു തരൂ ഡിവൈൻ പ്ലീസ്. High Priestess, 8 of Pentacles, 5 of Swords, 2 of Pentacles, okay, Ace of Cups, Empress, King of Pentacles, Sherry, I got it. 9 of Wands and Queen of Swords, okay. ഞാൻ നേരത്തെ നമ്മുടെ റീഡിങ്ങിൽ കണ്ടതുപോലെ തന്നെയാണ് അവർക്ക് അവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് അങ്ങനെ പറയത്തക്ക ഒരു പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇത് അവരുടെ സ്പൗസ് തന്നെയാണെന്നും കാണുന്നു. എന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് ബാലൻസിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവിടെ സ്നേഹക്കുറവൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഓക്കെ, കാരണം അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു സ്നേഹം അവർ അർഹിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു കടമയാണല്ലോ, അത് അവർ വേണ്ട പോലെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ തേർഡ് പേഴ്സൺ കണ്ടുപിടിക്കുമോ എന്നുള്ളൊരു ഭയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് കോൾ ഒക്കെ അയക്കുമ്പോൾ അവർ റെസ്ട്രിക്ഷൻസ് പറയാറുണ്ടായിരിക്കും, സൂക്ഷിച്ച് അയക്കണം. എന്താ പറയുക, ഞാൻ പറയുന്ന സമയത്ത് മെസ്സേജ് അയച്ചാൽ മതി, അല്ലാത്തപ്പോൾ വേണ്ട. ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജിന് വളരെ ഡിലേ ആയിട്ടായിരിക്കും ഇവർ റിപ്ലൈ ചെയ്യേണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഈ തേർഡ് പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെക്കുറിച്ച് അറിയരുത് എന്നുള്ള രീതിയിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് അവർ പെരുമാറുന്നുണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് സ്വല്പം സ്ട്രെസ്സ് തരുന്നുണ്ട്. ആ സ്ട്രെസ്സ് നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കുന്നുണ്ട് കേട്ടോ. എന്തിനായാലും അവർ ചിന്തിക്കുന്നത് ഈ തേർഡ് പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്നത്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ ചുമതലയാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതേസമയം നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, അവരും ഇവരെ കുറേ അധികം മോണിറ്റർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആയാൽ എന്താ ലേറ്റ് ആയത്, ആരോട് സംസാരിക്കായിരുന്നു, എന്തായിരുന്നു, ഫോണിലാരാണ്, ആരുടെ മെസ്സേജാണ്, അങ്ങനെയൊക്കെ വളരെയധികം ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇച്ചിരി കൺട്രോളിങ് നേച്ചറുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിലും കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പേഴ്സണെ സ്വല്പം ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവർ വളരെ കെയർഫുള്ളായിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആസ് ഇറ്റ് ഈസ് അവരുടെ ഇടയിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും റെസ്പെക്റ്റ് ഉള്ളതായിട്ടും അത്യാവശ്യം സ്നേഹമുള്ളതായിട്ടും റെസ്പോൺസിബിലിറ്റി വളരെയധികം നടത്തിക്കൊണ്ട് പോകുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവിടെ ഒരു ആസ് ഇറ്റ് ഈസ് ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ ഒന്നും വരുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഇതിൽ എന്താണോ കണ്ടത് ഞാൻ അതുപോലെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ട് എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് നോക്കാം. നമുക്ക് ലാസ്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, കാരണം തേർഡ് പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് ആസ് ഇറ്റ് ഈസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആക്ഷനിൽ എന്താണെന്ന് നോക്കാം.
നെക്സ്റ്റ് ആക്ഷനിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്താണ് കാണുന്നത്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അവർക്കായിട്ട് എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. സിക്സ് ഓഫ് കപ്സ് ഗുഡ്, ഹാങ്ഡ് മാൻ, വീൽ ആയിക്കോട്ടെ, ഡെവിൾ ആയിക്കോട്ടെ, സെവൻ ഓഫ് കപ്സ്, ടു ഓഫ് സ്വാർഡ്സ്, ശരി, ടു ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആയിക്കോട്ടെ, ഫോർ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്, ജസ്റ്റിസ്, ശരി, നയൻ ഓഫ് സ്വാർഡ്സ്, സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷനിൽ നിങ്ങൾ ആയിട്ട് അവർ ലോങ് ടേം കണക്റ്റഡ് ആയിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ അവരതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ആ സിറ്റുവേഷൻ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻ ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ച് കാലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. ആ ധാരണ പ്രകാരം നിങ്ങളുടെ റിലേഷൻ ലോങ് ടൈമിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവരിപ്പോഴുള്ള സിറ്റുവേഷനിൽ ടോട്ടലി സ്റ്റക്കാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, നമ്മൾ കണ്ടിരുന്നു. അവിടെ അവർ കമ്മിറ്റഡ് ആണ് എന്നും കാണുന്നുണ്ട്. അതിൽ നിന്നും പുറത്തേക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. എന്താണ് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ലോങ് ടേം വീണ്ടും കണക്റ്റഡ് ആയിരിക്കണം നിങ്ങളുമായിട്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവരുടെ ജീവിതമേ മാറി മറിഞ്ഞു ഒരു ലക്കി സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഭാഗ്യം ഒരുപാട് വന്നിട്ടുണ്ട്, നല്ല കാലം ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപോകാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് ഒബ്സസ്ഡ് ആയിട്ട് തന്നെ കൂടെ നിൽക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. മാനസികമായിട്ട് അവർ നിങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അത് വെറും ഒരു കളിതമാശയായിട്ടുള്ളൊരു റിലേഷനായിട്ടല്ല അവർ കാണുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ ആ റിലേഷനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ ഓവർ തിങ്കിങ് ഉണ്ട്. സിറ്റുവേഷൻസ് അങ്ങനെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഫൈനാൻഷ്യൽ ജഗ്ലിങ് അവിടെ കാണുന്നുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എന്തൊക്കെ തന്നെ ആയാലും അവർ നിങ്ങളുടെ റിലേഷൻ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ കാണുന്നു. നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടുന്ന സ്റ്റെപ്സ് എന്ത് തന്നെ ആയാലും എഫേർട്സ് എന്ത് തന്നെ ആയാലും അതെല്ലാം ചെയ്യാൻ അവർ തയ്യാറാണെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ ഓൺ ആൻഡ് ഓഫ് തമ്മിൽ കാണാറുണ്ടായിരിക്കും. നിങ്ങളോടും കമ്മിറ്റഡ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ, ഒരുപാട് സ്നേഹം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആക്ഷനിൽ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാണാൻ വരുന്ന സമയത്ത് അവർ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങളെ ഒരിക്കലും വിട്ടു പോവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നുള്ള രീതിയിലും അവർ നിങ്ങളുടെ അടുത്ത് പറയും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇതുവരെയും അവരവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി കാണുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം തുറന്ന് പറയാനും സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ ഞാനൊരു മാരേജ് പ്രപ്പോസൽ എന്ന് ഞാൻ പറയില്ല. കാരണം ഇവിടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഒരു മാരേജ് പ്രപ്പോസൽ അല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ്, റൊമാൻറ്റിക് കമ്മിറ്റ്മെൻ്റ് ആണ് അവരവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ മനസ്സിൽ നിങ്ങളോട് എത്ര സ്നേഹമുണ്ട് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, വളരെ ചുരുക്കം ആൾക്കാരുടെ ലൈഫിൽ ഒരു സെപ്പറേഷൻ അവരുടെ സ്പൗസുമായിട്ട് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ ചെറിയ ശതമാനം ആൾക്കാരുടെയാണ് അത് കാണുന്നത്. അതും നിങ്ങളെ അറിയിക്കും. അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെ കാണുന്ന സമയത്ത് അവർ അത് പറയും. അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നും നിങ്ങളെ അറിയിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് തീരും വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളോട് പറയുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അന്യായമായിട്ടൊന്നും പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല.
നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരുടെ ആഗ്രഹം എന്ന് അവർ പറയും. ഓക്കെ, വളരെയധികം സ്ട്രെസ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഈ സമയം അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉറക്കമില്ലായ്മയും കൺഫ്യൂഷനും അങ്ങനെയെല്ലാം അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഫൈനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടതുണ്ടെങ്കിൽ അതും ചെയ്യാൻ അവർ തയ്യാറാണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെയും കൂടിയാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, മൂന്നാല് കാർഡ്സ് എടുക്കാം അല്ലേ. അവർ നിങ്ങളുടെ അടുത്ത് പറയണ്ടാവും ഒരുമിച്ച് തന്നെ എന്തെങ്കിലും ഒരു ഹീലിങ്ങോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻസോ അമ്പലം പള്ളി വിസിറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും. ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ചെറിയ ഒരു റിലീജിയസ് സ്ഥലം വല്ലതും വിസിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണുന്നു കേട്ടോ. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അല്പം മനസമാധാനത്തിൻ്റെ കുറവുണ്ട്. അത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ മെഡിറ്റേഷൻസിന് യോഗയ്ക്ക് ഒരുമിച്ച് ചേരാം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തീർച്ചയായിട്ടും. നിങ്ങളുടെ അടുത്ത് കോൾ മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ വന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണുക അങ്ങനെയെല്ലാം ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് പൊസസീവ്നെസ് ഒക്കെ കാണിച്ചൊന്നും വരും. ഓക്കെ, കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തും ആവാം. നിങ്ങളുടെ ഭാഗത്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷനെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പൗസിൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അതൊരു പൊസസീവ്നെസ് അവർ കാണിക്കുന്നത് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡായിട്ട് അവർ പെരുമാറും നിങ്ങളുടെ അടുത്ത്. നെക്സ്റ്റ് ആക്ഷനിൽ വളരെ കാണുന്ന സമയത്ത് ആ ഇമോഷൻസ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് അവർ നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല ഒരു പൂവായിരിക്കാം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹ സമ്മാനം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി അല്ലേ. 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതേപോലെ വേറെ എന്ത് ചെയ്യും, കമൻറ്റും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താലേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരുള്ളൂ കേട്ടോ. ഹൈപ്പ് ചെയ്യുന്നത് എന്തിനാ, നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹൈപ്പ് അതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തു തരണേ പ്ലീസ്. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ, ചെയ്തു തരുന്നതാണ്. സെയിം ഡേ ചെയ്യും. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ചെയ്യുമോ ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു ഉടനെ അടുത്ത നിമിഷത്തിൽ ചെയ്യുമോ ചോദിച്ചാൽ ഇല്ല. സെയിം ഡേയിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.